മീൻ വാങ്ങിക്കാൻ വന്നതാണ് നമ്മുടെ മംഗലത്തോളത്ത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ മീനുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ന് എന്തായാലും നമ്മൾ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്ന സ്ഥിതിക്ക് എന്നാൽ ഒന്ന് കൊച്ചുകടയിൽ പോയി മീനും പച്ചക്കറിയൊക്കെ മേടിച്ച് വന്ന് നല്ലപോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നേരെ ഞങ്ങൾ കൊച്ചുകടയിൽ വന്നതാണ്. കൊച്ചുകട എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കട വരുന്നത്. ബാലരാമപുരം മംഗലത്തോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്യാവശ്യം നല്ല മീനുകൾ കിട്ടുന്ന ഒരു ചന്തയാണ് നമ്മുടെ ഈ കൊച്ചുകട. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ഇവിടെ ചന്ത കൂടുന്നത്. കട്ടിങ് മാസ്റ്റർ ആണ്. ഇത് കവറിൽ കൊള്ളൂല. ഏകദേശം ഒരു 2 മണി വരെയൊക്കെ മീൻ ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് നല്ല മീനുകളൊക്കെ കിട്ടിയിട്ട് കുറേ നാളായി. ഇപ്പോൾ മീനുകൾ കുറവാണ്. എന്നാൽ ഇന്ന് അത്യാവശ്യം മീനുണ്ടായിരുന്നു. അയലയും ചൂരയൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിലയ്ക്ക് കിട്ടി. പിന്നെ ഇതാ നമുക്ക് നല്ല പച്ചക്കറികൾ കിട്ടുന്ന ഒരു ചന്ത കൂടിയാണ് കേട്ടോ. ഇതുപോലെ പ്രായമുള്ള അമ്മച്ചിമാർ അവരുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരുപാട് പച്ചക്കറിയൊക്കെ ഈ ചന്തയിൽ വന്ന് വിൽക്കാറുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നാടൻ മാങ്ങ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ചക്ക, മാങ്ങ, 20 രൂപയ്ക്ക് മാങ്ങ. ഹലോ ഗൈസ്, അങ്ങനെ മീനും ചക്ക എല്ലാ സാധനവും മേടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. പാചകത്തിൻ്റെ കാര്യമൊന്നും. അങ്ങനെ ചട്ടി ചൂടായി. നമ്മൾ എണ്ണ അങ്ങോട്ട് ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചക്കയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളെപ്പോഴും കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. വീട്ടിലെ ആവശ്യത്തിനായാലും അങ്ങനെ തന്നെ വെക്കുള്ളൂ. എന്തായാലും അരിഞ്ഞ് വെക്കുമ്പോൾ ഒരു മാങ്ങ എടുത്ത് കഴിച്ചു നോക്കാം. സൂപ്പറാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് ചതച്ചാദ്യം വെക്കാം. കാരണം അന്നേരം ചതയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പരുവം മാറിപ്പോവും. ഇവിടെ നാടൻ കറിവേപ്പിലയാണ്. ഞാൻ അപ്പുറത്ത് പോയി എടുത്തുകൊണ്ട് വന്ന നാടൻ കറിവേപ്പിലയാണ്. അതും വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഫ്ലെയിം കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും കടുക് നമുക്കെടുത്ത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നമുക്കതായിട്ട് കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് ആർക്കും വെക്കാം കേട്ടോ. കാണുമ്പോൾ വലിയൊരു കറിയൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് വെക്കാം. ഈ ഒരു വീഡിയോ ഒറ്റ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കറി വെക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കറക്റ്റ് ആവുള്ളൂ. വേണ്ട ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെയാണ് നമുക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി റെഡിയാക്കി കൊടുക്കണം. ആ എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിക്കണം. പച്ചമുളക് കീറിയതുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ ഇല്ലാത്ത മുരിങ്ങയ്ക്കാണ്. മുരിങ്ങയ്ക്ക കിലോയ്ക്ക് 400 രൂപയാണ്. അപ്പം മുരിങ്ങയ്ക്ക വാങ്ങിച്ചില്ല. നമുക്കൊരു മുരിങ്ങയ്ക്കായാലും നല്ല പൈസയാണ് മേടിക്കുന്നത്. അപ്പം നമ്മൾ അതിന് പകരമായിട്ടാണ് നമ്മൾ മാങ്ങ മേടിച്ചിരിക്കുന്നത്. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടാനുള്ളത് കാശ്മീരി മുളക് പൊടിയാണേ. ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും കാശ്മീരി ഇടുന്നതാണ്. ഈ ചൂട് സമയമൊക്കെ ഒരുപാട് എരിയായപ്പോൾ കാശ്മീരി ഇടുന്നത് കൂടാതെ നമുക്ക് സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, ശകലം എരിക്ക് വേണ്ടിയിട്ട്, അതും ശകലം ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി കൂടരുത്. അതായത് ഇത്രയും മാത്രം ഇടാം. ശകലം ഇത്ര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുടംപുളി ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരാ, നമുക്ക് വെള്ളം കൂടുതൽ ആവശ്യമുണ്ട്. കാരണം നമുക്കൊരു തലയാണ് നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളത്. ഇവിടെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് പിന്നീട് ഇടാം. ഇപ്പോൾ അത്യാവശ്യം കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നല്ല അടിപൊളിയാക്കിയ ഒരു മീനിൻ്റെ ഹെൽമെറ്റാണ്
ഇത് നമ്മളെടുത്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കഴുകി റെഡിയാക്കി. സുഹൃത്തുക്കളെ, തലയും കഷ്ണമായിട്ട് 150 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം എന്നാൽ കറിയിലേക്ക് പോകാം. ഈ തല ഇതിലോട്ട് ഇങ്ങനെ ചരിച്ച് ഇടണം. ബാക്കി കഷ്ണങ്ങളാണ്, ഒരു പീസ് ഞാൻ അല്ലാതെ വാങ്ങിച്ചായിരുന്നു. അപ്പം അതും കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. തലയും കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തലയുടെ ഒരു സൈഡ് വേകുമ്പോഴത്തേനും നമുക്കത് മറു സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കറി കുറുകാനാണ്, കറിക്ക് നല്ല കട്ടി ഉണ്ടാകാൻ. പിരിയമുളക് ഇട്ടുകൊണ്ട് കട്ടി ഉണ്ടാകും. എന്നാലും കുറച്ചുകൂടെ കട്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശകലം തേങ്ങാപ്പാലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും. കുടംപുളി ഇട്ട് അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോരി ഈ ഗ്രേവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഈ ചട്ടിക്കകത്ത് സ്ഥലമില്ല, വലിയ മീനായിരുന്നു കേട്ടോ, വലിയ മീൻതലയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ചക്ക തേങ്ങയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ബട്ടർ കണക്കിരിക്കും. അതുകൊണ്ട് കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി. ഇത് ചോറിനകത്തോട്ട് വെച്ചിട്ട് അവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് മീനിൻ്റെ ഗ്രേവി കൂരി അതിനകത്ത് ഒഴിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടും എനിക്ക് ഈ ഒരു ഫുഡൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ഐറ്റങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തരാം. ഒന്ന് ചക്കയാണ്, അത് ശീമച്ചക്ക തീയലാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് തോരനാണ്. അതുപോലെ തന്നെ അടിപൊളി നമ്മുടെ ചൂരക്കറി എന്ന് പറയാം. അപ്പോൾ ഈ കണ്ണും ഇതും എല്ലാം കൂടെ വെച്ചിട്ട് വീട്ടിൽ വെച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ ഒന്നും കിട്ടത്തില്ല കേട്ടോ, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഈ മീനിൻ്റെ പീസൊക്കെ തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് സംഭവം ശകലം ആ ഗ്രേവിക്കകത്ത് മുക്കി എന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, അത് ഒരിടത്തും